പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ബനാൻ ബീച്ച് റിസോർട്ടിൻ്റെ വ്ളോഗിൻ്റെ പാർട്ട് 1 നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഹിയർ ബിഗിൻസ് ആ പാർട്ട് 2. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് ടൈം ആയപ്പോൾ ഞങ്ങളൊന്ന് പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു നൈറ്റ് വൈബ്സ്. ഫുൾ ലൈറ്റ്സ് ആൻഡ് ഡെക്കറേഷൻസ് ആർ ഓൾ ഓൺ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഡെക്കറേഷൻസും അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. പിന്നെ ഇതുപോലെ ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് അവിടെ കുറേ ബെഞ്ചും സീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് യൂഷ്വലി DJ ഒക്കെ നടക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എൻഡിൽ കാണിക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പൂള് വരുന്നത്. പൂളിൻ്റെ അവിടെയും ഒരു സീറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടൊരു ബാറുണ്ട്. ഇത് നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വഴിയാണ് നമ്മൾ റൂമിലേക്ക് പോയത്. ഷോർട്ട് കട്ട് എടുക്കണമെന്ന് ചോദിച്ചത് ഈ വഴി പോകാനാണ് കേട്ടോ. പൂളിൻ്റെ സൈഡിലൂടെ നമുക്ക് പോവാം. ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയ ആണ് ബാർബിക്യൂ സോൺ. ഈ ഒരു ഏരിയയിലായിരുന്നു പണ്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ ആ സ്റ്റോറിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. അപ്പം ഞങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോലൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആ ഒരു അറ്റം തൊട്ടിട്ട് ഈ ഒരു അറ്റം വരെ സിങ്കും ഉണ്ട്. ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഉണ്ട്. ഈ ഒരു നടുക്കുള്ള ഏരിയയിലും ഉണ്ട്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബാസ്ക്കറ്റ്സ് കാണാം. അത് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഐറ്റംസ് ഒക്കെ ഈ ബാസ്ക്കറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അത്യാവശ്യം കുറേ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നാലും ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നില്ല, കാരണം അത്രയും സ്പേഷ്യസ് ആണ്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ സ്റ്റോറിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനീഷ്യലി കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മളും കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരുമോ അതോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫാമിലി ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും കൂടി ഇവിടെ ഉണ്ട്. എനിക്ക് വിഷയമല്ല, നമ്മൾ ഈ കോലൊക്കെ ഇടുന്ന സമയത്ത് അതിന് തീ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷറിയാണിത്. അതേപോലെ തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ അതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് വന്ന് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ സൈക്കിൾസ്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ ബാസ്ക്കറ്റിൽ നമ്മുടെ ലഗേജ് ഇട്ടിട്ട് കൊണ്ടുപോകാം. അതല്ലാതെ നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റും. സൈക്കിൾ അവിടെ അവൈലബിൾ ആണ്. ബാർബിക്യൂ സോണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ പൂളിൻ്റെ സൈഡിൽ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാം. ഇവിടെയും അത്യാവശ്യം കുറേ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കാനാണെങ്കിലും അവിടെ ഇരിക്കാം കേട്ടോ, കാരണം പൂൾ സൈഡാണ്. അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ, ലൈറ്റ്സും ബൊഗെയിൻവില്ലയും ഒക്കെ ആയിട്ട്.
നെക്സ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് വാട്ടർ സ്പോർട്സിൻ്റെ ഈ ഒരു ഏരിയ. ഇത് നേരെ ബീച്ചിലേക്കാട്ടോ ഓപ്പൺ ചെയ്യണേ. ഇവിടെ 2 ബനാന ബോട്ട് പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ റൈഡ്സ്. ഇവിടെ എഴുതി വെച്ച ഹ്യൂമൻ ക്ലബ് എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. സോ അവിടെ ഇപ്പം എന്താ ഉള്ളതെന്ന് പോയി നോക്കി നോക്കാം. ഇവിടെ നോക്കിയേ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ രാത്രി അധികം ലൈറ്റ്സ് ഒന്നുമില്ല, കുറച്ച് ഡിം ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യുമ്പം ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും അകത്ത് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലത്തെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഇപ്പം ആരുമില്ല, അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ വീഡിയോ എടുക്കാം. ഇവിടുത്തെ ഈ ഒരു പോഡിയത്തിലാണ് നമ്മുടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ വെസൽസ് മാത്രമേ അവിടെ ഉള്ളൂ. രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 3+2 സോഫ ഉണ്ട്. അതേപോലെ തന്നെ ചെയറും ടേബിളും എല്ലാം ഉണ്ട്. അത്യാവശ്യം കുറേ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൾ തന്നെയാണ്. ഈ ഒരു ഏരിയയ്ക്ക് ഹ്യൂമൻ ക്ലബ് എന്ന് കൊടുത്ത പേര് എനിക്ക് നല്ല ഇഷ്ടമായി. ദാറ്റ് സൗണ്ട്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ബിക്കോസ് വേറെ ഏത് സ്ഥലത്ത് പോയാലും റെസ്റ്റോറൻറ്റ്സിനൊരു പ്രത്യേക പേരായിരിക്കും. ഹ്യൂമൻ ക്ലബ് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സോ ദാറ്റ് വാസ് നൈസ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിസോർട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമാണ് വന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി കസിൻസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു വൈബായിരിക്കും. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു ബാൻഡ് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഓരോ റൂംസിനും ഓരോ കളറാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ മേലൊരു നമ്പർ ഉണ്ട്. ആ നമ്പർ നോക്കിയിട്ടാണ് അവർ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ സെർവ് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ റൂംസിലേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സൈറ്റിൽ പോയി നോക്കിയാൽ റൂംസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ 30th and 31st ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ ചെക്കൗട്ടാണ് 31st. അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡേ. ഇനി നമുക്ക് ഡിന്നർ ഓർഡർ ചെയ്യണം, ഡിന്നർ കഴിക്കണം, കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ. നാളത്തെ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള DJ ആയിരുന്നു അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അവർ മ്യൂസിക്കെല്ലാം പ്ലേ ചെയ്ത് അവർ സൗണ്ട് സിസ്റ്റം എല്ലാം ചെക്ക് ചെയ്തിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നാളെ ആയിരിക്കും ശരിക്കുമുള്ള ഒരു ന്യൂ ഇയർ 31st ഈവനിങ് വൈബൊക്കെ വരുന്നത്. ഷീഷ ഈസ് ഓൾസോ അവൈലബിൾ ഹിയർ. അപ്പോൾ വേണ്ടുന്നവർക്ക് എടുക്കാം. പിന്നെ നമ്മൾ കുറേ ബോർഡ്സ് ഉണ്ട്. ഇതിപ്പം കാണിക്കുന്നത് ഐ എം ഒലീവിയാസ് ഫാദർ എന്നാണ്. ഈ ഒലീവിയ ആരാന്ന് നമ്മൾ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോർഡ്സ് കാണുന്നുണ്ട്. ഒലീവിയാസ് ഫാദറിനെ കണ്ട് നടന്നു വരുന്ന വഴിയാണ് ഐ എം ഒലീവിയാസ് ഡോട്ടർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ട്രീ കാണുന്നത്. അപ്പം നമുക്കിനി നാളെ ഒലീവിയ ആരാന്ന് കണ്ടുപിടിക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സൈക്കിൾസ് കാണാൻ പറ്റും. സൈക്കിൾസ് എടുത്ത് നിങ്ങൾക്ക് റൈഡ് ചെയ്യാം. അവിടെ കുട്ടികളൊക്കെ ഈ സൈക്കിളിൻ്റെ മേലെ ചിരിപ്പാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. സൈക്കിൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ പോവാത്തതുകൊണ്ട് പിന്നെ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പെയിൻറ്റിങ്സ് ഒരുപാടുണ്ടെന്ന്. അതിൽ കുറച്ച് പെയിൻറ്റിങ്സാണ് ഇത്. ഞാൻ നേരത്തെ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം.
ഇതിൻ്റെ ബാക്കിലേക്കും റൂംസ് ഉണ്ട്, അത് ഞാൻ നാളെ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഡിന്നർ എത്തിയിട്ടുണ്ട്. അടുത്തേക്ക് വരൂ. So here is what we ordered for dinner. റോട്ടിസറി ചിക്കൻ ആണ് ഓർഡർ ചെയ്തത്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കറങ്ങണ കോഴി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നാളത്തെ ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നാളത്തെ ഒരു മോർണിംഗ് എങ്ങനെയാണ് ഇവിടുത്തെ എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി വേറെ വീഡിയോ വീണ്ടും കാണാം. Till then, take care and bye bye.